ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഏതാണ് മാതൃകാസ്ഥാനം? ഭാരതം. ഭാരതം എന്നാൽ എന്താണ്? ഭായിൽ രതിയുള്ളവർ. ഭ എന്ന് വെച്ചാൽ പ്രകാശം, രതി എന്ന് വെച്ചാൽ ഇഷ്ടം. പ്രകാശത്തിൽ ഇഷ്ടമുള്ളവർ. പ്രകാശം എന്താണ്? എപ്പോഴും ലൈറ്റ്നിങ്. ലൈറ്റ്നിങ്ങിൽ ഇഷ്ടമുള്ളവർ, അതായത് പ്രകാശത്തിൽ ഇഷ്ടമുള്ളവർ. പ്രകാശമെന്ന് വെച്ചാൽ അറിവ്, അറിവിൽ ഇഷ്ടമുള്ളവർ. അറിവിൽ ഇഷ്ടമുള്ളവർ എന്ന് വെച്ചാൽ ജിജ്ഞാസുക്കളാണ്. അപ്പോൾ അകത്ത് പ്രകാശമുണ്ടെങ്കിൽ പുറത്തും പ്രകാശമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഭാരതീയർ. ആരാണ് ഈ 4 ലൈൻസ് എഴുതിയത്? നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. ആരാണ് ഇത് പാടിയത്? സാക്ഷാൽ ഗാനഗന്ധർവൻ നമ്മുടെ യേശുദാസ് ജി. ഈ 4 ലൈൻ നമ്മുടെ സമൂഹം എപ്പോഴും ഓർത്തിരിക്കേണ്ടതും നമ്മുടെ നാവിൻ തുമ്പിൽ വരേണ്ടതും നമ്മൾ പാടിക്കൊണ്ട് നടക്കേണ്ടതുമാണ്. അതാണ് നമ്മുടെ ഭാരതീയരുടെ ഒരു നാശത്തിൻ്റെ അല്ലെങ്കിൽ അധംപതനത്തിൻ്റെ നേർക്കാഴ്ച എന്ന് പറയുന്നത്. ഏതെല്ലാം പഠിക്കാനുണ്ട്, ഏതെല്ലാം രീതിയിൽ അറിവ് ഇവിടെ ഉരുട്ടി വായിൽ തന്നാലും അത് തുപ്പിക്കളഞ്ഞിട്ട് പോവുകയാണ്. അറിവ് നേടുക, ആത്മീയ ഉന്നതി നേടുക, എല്ലാവരും ഉള്ളിൽ പ്രകാശമുള്ളവരായിട്ട്, വളരെയധികം ഉന്നതി ലഭിച്ചവരായിട്ട്, വളരെയധികം ഉയർച്ചയെ പ്രാപിക്കുന്നവരായിട്ട് ജീവിക്കുക. നമ്മുടെ നാടും നഗരവും ഉണരും, ഓരോ വ്യക്തികളും ഉയരും. അതായത് ഈ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞു. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇവിടെ ഇത് തന്നെയാണ് വൈഭവം. ഈ വൈഭവം അല്ലെങ്കിൽ ഈ കാലഗതി, കാലം പിന്നിട്ട് നടന്നുപോയി. പക്ഷേ ഇവിടുത്തെ വിഡ്ഢികോമരങ്ങൾ ഇപ്പോഴും നൃത്തം ചെയ്യുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ജാതി കോമരങ്ങളായിട്ട്. ഈ ഞാനും അനുഭവിച്ചതാണ്. അനുഭവിയാതെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ് ജീവിച്ച ആളായിരുന്നു. ഞാനൊരു പ്രദേശത്ത് താമസിക്കാൻ പോയപ്പോഴാണ് എന്നെ ആ സമൂഹത്തിൽ നിന്ന് മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. ഇന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ അപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖം എന്നേക്കാൾ താഴ്ന്നവർക്കും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് ഞാൻ ഓരോ മക്കളെയും ഞാൻ അനുകമ്പയോടെ, കരുണയോടെ നോക്കാൻ തുടങ്ങി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. എല്ലാവരോടും എനിക്ക് അന്ന് മുതൽ വളരെയധികം സ്നേഹം തോന്നി. പിന്നെ ഞാൻ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യയായി. എങ്ങനെയാണ് ഗുരു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ഗുരു ആർക്ക് വേണ്ടിയാണോ പ്രയത്നിച്ചത്, ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത്, എന്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണോ ഗുരു ഇവിടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്? നമ്മൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് ആ വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്ന് പഠിച്ച അറിവ് നേടി ആ അധ്യാപകനെ പോലെ ആയിത്തീരണം. ഇപ്പം നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാവരും നമ്മൾ ഒരു അധ്യാപികയായ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവർ വളരെയധികം സന്തോഷമുള്ളവരായിത്തീരും. നമ്മളല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് അവർ പഠിപ്പിച്ച ആ
ശിക്ഷണം കൊണ്ട് നമ്മളും നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തി എന്നറിയുമ്പോൾ അവർ സന്തോഷം ഉള്ളവരായിത്തീരും. അതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ 64 കൃതികൾ എഴുതിയിട്ട് അത് നമ്മുടെ ആത്മീയ അനുഭവത്തിനാണ് അത് എഴുതിയത്. അത് എഴുതിയത് വായിച്ചാലൊന്നും നമുക്കൊന്നും ഈ ഒന്നും മനസ്സിലാവത്തില്ല. യുഗാന്തരം വായിച്ചാലും വ്യാഖ്യാനിച്ചാലും അറിഞ്ഞാലും അനുഭവിച്ചാലും മതിയാകാത്ത തരത്തിൽ അവിടെ ഡെപ്പോസിറ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആവോളം അറിഞ്ഞ് പഠിച്ച് അതിനെ ഇവിടെ അനുഭവിച്ച് ഇവിടെ അതിനെ പ്രവർത്തിക്കുക. ഗുരു എന്താണോ ഉദ്ദേശിച്ചത് അതറിഞ്ഞ് നമ്മൾ ഗുരുവായിത്തീരുക, ഗുരുവിനെ പോലെ ആയിത്തീരുക നമ്മൾ. അതാണ് ഗുരു ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു അധ്യാപകനെ പോലെ പഠിച്ച് അധ്യാപകനെ പോലെ ആയിത്തീരുക എന്നാണ് പറയുന്നത്. അറിവുള്ളവരായിത്തീരുക, അതാണ് ഗുരു ഉപദേശിച്ചത്. നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് ജാതി മതങ്ങൾക്ക് അതീതമായി നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക. ഇവിടുത്തെ ഈ ജാതിയെ നമ്മൾ തുടച്ചു നീക്കുക, അതായത് വാനിഷാക്കി കളയുക. നമ്മൾ ടി വിയിൽ പരസ്യം കാണിക്കത്തില്ലേ, ക്ലീനിങ് ലിക്വിഡിൻ്റെയും മോപ്പിൻ്റെയൊക്കെ പരസ്യം കാണിക്കുന്നത് പോലെ ആ ടെക്നിക്കൽ മെഷീനുകൾ ഉപയോഗിച്ച് ഈ ജാതി മത വ്യവസ്ഥകൾക്കെതിരെ നമ്മൾ ആഞ്ഞടിച്ച് മാറ്റിക്കളയണം. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ അറിയത്തില്ല. ഈ ബ്രാഹ്മണൻ്റെ അർത്ഥം അറിയാതെയാണ് ഇവിടെ പലരും ഇവിടെ പദങ്ങൾ ഉപയോഗിക്കുകയും അവരായിത്തീരണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് വെച്ചാൽ കിട്ടുന്നത് വാങ്ങി ഭക്ഷിച്ചു, കിട്ടുന്നിടത്ത് കിടന്നുറങ്ങി സത്യത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഏകനായ ഭിക്ഷുവാണ് ബ്രാഹ്മണൻ. അതായത് ഭീഷ്മാചാര്യർ ഇതിന് വ്യക്തമായ ശർശയിൽ കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ബ്രാഹ്മണൻ ആരാണെന്ന്. ഭീഷ്മാചാര്യർ അതിന് മറുപടി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആരാണ്? അതായത് കിട്ടുന്നത് ഭക്ഷിച്ച് യാചിച്ച് കിട്ടുന്നത് ഭക്ഷിച്ച് കിട്ടുന്ന ആഹാരം ഒരു കണക്കും കുറവുമില്ലാതെ ഭക്ഷിച്ച് കിട്ടുന്നിടത്ത് കിടന്നുറങ്ങി അന്നപാനാദി സുഖങ്ങളൊന്നും കൂടുതൽ രമിച്ച് സുഖിച്ച് ജീവിക്കാതെ കിട്ടുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അതായത് അഹത്തിൽ ബ്രഹ്മത്തെ അറിഞ്ഞ് അണൻ അതായത് രാമായണം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്നവൻ, അങ്ങനെയുള്ളവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലും ഇട്ട് 10 മാലയും ഇട്ട് 16 കുറുകിയിട്ട് പട്ടുടയാടയും ഇട്ട് തൊട്ടു തീണ്ടാതെ ആരെയും ഒഴിയാതെ ഇരിക്കുന്നവനല്ല ബ്രാഹ്മണൻ. തുടർന്ന് ഇനി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.